ഇതെല്ലാമാണ് സത്യമില്ല. എന്ത് നോക്കണേ ജീവിതകാലം മുഴുവൻ MLA ആയി പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇവിടെ എന്നും ഇതൊരു പ്രശ്നമാണ്, എന്നും ഇതൊരു പ്രശ്നമാണ്. തമാശല്ല, ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലോ. പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കടം മേടിച്ച് ഇവരെയൊക്കെ ജയിപ്പിക്കാൻ പാടുപെടും. ഇവിടെ മണം ഗുണമെന്നുള്ള ഏട്ടാണ്. അത് ഇവിടുത്തെ സഹാക്കൾ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. കുറ്റപ്പെടുത്തി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജേന്ദ്രൻ ഇപ്പോ എവിടെയാണ് BJPയുടെ ഓഫീസിൽ പോയി മെമ്പർഷിപ്പ് എടുത്തു. അത് ഞങ്ങൾക്ക് നമ്പില്ല. അത് ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങൾ അതിൽ എവിടെ പോയി പറഞ്ഞാലും ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? BJP പോയി കൂടുവോ, RSS പോയി കൂടുവോ, അതിനത്ര വേറെ വല്ല സംഘത്തിൽ പോയി കൂടുവോ? അതൊന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങളല്ല. ഒന്ന്. രണ്ട്, BJP ചേർന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങള് പണ്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങളല്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ എന്നോട് വഴക്കുണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല. അത് പുകഞ്ഞ വെള്ളി പുറത്താണ്. പിന്നെന്താ? അത് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കണം. രാജേന്ദ്രൻ പോയി എന്നുള്ളതൊന്നും ഇവിടെ RSSലല്ല, ഏത് മൂന്നായി പോയി കൂടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമാണ്? എല്ലാ പ്രശ്നമുണ്ടോ? എന്താ വിദ്യ? പിന്നെ നരേന്ദ്രനെ മുടിപ്പോൻ എന്ന് പറഞ്ഞു മതി ആ പാർട്ടി. അതന്നെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനോടൊപ്പം ചേരണം. നാളെ MM മണി പാർട്ടി വിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ പാർട്ടി വെടിവെന്നാണ് എൻ്റെ അഭിപ്രായം. മണി ഓരോരുത്തരും നേരത്തെ എന്നെ പുറത്താക്കും. എല്ലാവരും മണി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്യാതിരിക്കണം. തെറ്റ് ചെയ്യാതിരുന്നാൽ മണി ഒന്നും ചെയ്യില്ല. മണി പണ്ടൊരു പ്രസംഗം നടത്തി അതിന്റെ പേരിൽ എനിക്ക് നടപടി എടുത്ത പാർട്ടിയാണ്. പക്ഷെ ആ പാർട്ടി എന്നെ മന്ത്രിയാക്കി എന്നുള്ളതാണ് വേറെ കാര്യം. 2 28 വർഷം ജില്ലാ സെക്രട്ടറി, 40 വർഷം സംസ്ഥാന. ഇതെല്ലാമാണ് സത്യമില്ല. എന്ത് നോക്കണേ ജീവിതകാലം മുഴുവൻ MLA ആയി പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇവിടെ എന്നും ഇതൊരു പ്രശ്നമാണ്, എന്നും ഇതൊരു പ്രശ്നമാണ്. തമാശല്ല, ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലോ. പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കടം മേടിച്ച് ഇവരെയൊക്കെ ജയിപ്പിക്കാൻ പാടുപെടും. ഇവിടെ മണം ഗുണമെന്നുള്ള ഏട്ടാണ്. അത് ഇവിടുത്തെ സഹാക്കൾ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. കുറ്റപ്പെടുത്തി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജേന്ദ്രൻ ഇപ്പോ എവിടെയാണ് BJPയുടെ ഓഫീസിൽ പോയി മെമ്പർഷിപ്പ് എടുത്തു. അത് ഞങ്ങൾക്ക് നമ്പില്ല. അത് ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങൾ അതിൽ എവിടെ പോയി പറഞ്ഞാലും ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? BJP പോയി കൂടുവോ, RSS പോയി കൂടുവോ, അതിനത്ര വേറെ വല്ല സംഘത്തിൽ പോയി കൂടുവോ? അതൊന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങളല്ല. ഒന്ന്. രണ്ട്, BJP ചേർന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങള് പണ്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങളല്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ എന്നോട് വഴക്കുണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല. അത് പുകഞ്ഞ വെള്ളി പുറത്താണ്. പിന്നെന്താ? അത് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കണം. രാജേന്ദ്രൻ പോയി എന്നുള്ളതൊന്നും ഇവിടെ പ്രശ്നമില്ല. RSSലല്ല, ഏത് മൂന്നായി പോയി കൂടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമാണ്? എല്ലാ പ്രശ്നമുണ്ടോ? എന്താ വിദ്യ? പിന്നെ നരേന്ദ്രനെ മുടിപ്പോൻ എന്ന് പറഞ്ഞു മതി ആ പാർട്ടി. അതന്നെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനോടൊപ്പം ചേരണം. നാളെ MM മണി പാർട്ടി വിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ പാർട്ടി വെടിവെന്നാണ് എൻ്റെ അഭിപ്രായം. മണി ഓരോരുത്തരും നേരത്തെ എന്നെ പുറത്താക്കും.
എല്ലാവരും മണി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്യാതിരിക്കണം. തെറ്റ് ചെയ്യാതിരുന്നാൽ മണി ഒന്നും ചെയ്യില്ല. മണി പണ്ടൊരു പ്രസംഗം നടത്തി അതിന്റെ പേരിൽ എനിക്ക് നടപടിയെടുത്ത പാർട്ടിയാണ്. പക്ഷെ ആ പാർട്ടി എന്നെ മന്ത്രിയാക്കി എന്നുള്ളതാണ് വേറെ കാര്യം. 2 ടൈം MLA, 28 വർഷം ജില്ലാ സെക്രട്ടറി, 40 വർഷം സംസ്ഥാന